ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ കളിക്കാൻ പോകുന്നത് നമ്മുടെ ഫ്രാങ്ക്ലിൻ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് കുറേ പരിപാടികളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങുന്നത് നമ്മൾ ആകാശത്തു നിന്നാണ്. നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു ജമ്പിന് വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ നേരെ എടുത്ത് ചാടിയിട്ടുണ്ട് നൈസായിട്ട്. അപ്പോൾ നമ്മൾ അതൊന്നും കളക്ട് ചെയ്യണ്ട, നമ്മൾ നേരെ നമുക്ക് ലൊക്കേഷൻ ഇട്ടുണ്ട്, അങ്ങോട്ട് നമ്മൾ പാരഷൂട്ട് ചെയ്ത് പോകാൻ പറ്റും. ഇന്ന് കുറച്ച് പരിപാടി ഉണ്ട് ഗൈസ്. നമ്മൾ ആക്ച്വലി ഒരു പുതിയൊരു ഇന്ത്യൻ കാർ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ സ്റ്റീൽ ചെയ്യുന്നുണ്ട് ആക്ച്വലി. അതിന് മുമ്പ് നമുക്ക് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഒട്ടും വൈകാണ്ട് പാരഷൂട്ട് നമുക്ക് ഡിപ്ലോയ് ചെയ്തേക്കാം ഗൈസ്, അല്ലെങ്കിൽ നമ്മൾ എത്തത്തില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കൂട്ടാനാണെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാം ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ എന്തായാലും കയറി ഒന്ന് ഫോളോ ചെയ്തേക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ ബാങ്കിലോട്ടാണ് പോണേ ഗൈസ്. അവിടെയാണ് എൻ്റെ വണ്ടി കിടക്കുന്നത്. അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ മാൻഷനിലോട്ട് പോകും, എന്നിട്ട് ബെനീയുടെ അടുത്തോട്ട് പോകും, എന്നിട്ട് സിമിയോൻ്റെ അടുത്തോട്ട് പോകും. കുറേ പരിപാടി ഉണ്ട് ഇന്ന്, കുറേ മിഷൻസൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ചെയ്യാം. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ താഴെ എത്തണം. ഇത് ഇത്തിരി സ്ലോ ആണല്ലോ. ഇത് ചെക്ക് പോയിൻ്റൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ എടുക്കുവാണെങ്കിൽ കുറേ നേരം എടുക്കും. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇങ്ങനെ തന്നെ പോവാം ഗൈസ്. ഓക്കെ, എൻ്റെ വണ്ടി ഇതേ ആ ബാങ്കിൻ്റെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ബാങ്കിൻ്റെ അവിടെ ഇറങ്ങാൻ പറ്റുവാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ നമുക്ക് നേരെ ബാങ്കിൻ്റെ അവിടെ വെച്ച് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളിത് ഇവിടെ നൈസായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. വലിയ കുഴപ്പമൊന്നും പറ്റില്ല. ഞാൻ വിളിച്ച് താഴെ വീഴൊന്നും ചാവുന്നു, പക്ഷെ നമുക്കൊന്നും പറ്റിയില്ല. നമ്മൾ വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ നമ്മുടെ മാൻഷനിലോട്ട് വീണ് അവിടെ നിന്ന് നമുക്ക് വണ്ടി ഒന്ന് മാറ്റണം. അപ്പോൾ നമുക്ക് നമ്മുടെ ലംബോർഗിനി എടുത്ത് പെട്ടെന്ന് അങ്ങോട്ട് പോകാം ഗൈസ്. നമ്മൾ ഒത്തിരി ദിവസം നമ്മൾ ഈ വണ്ടി മേടിച്ചിട്ടിട്ടെങ്കിലും നമ്മൾ അധികം അങ്ങോട്ട് ഉപയോഗിച്ചിട്ടില്ല ഈ വണ്ടി. അപ്പോൾ നമുക്ക് ഇന്നൊരു ഉപയോഗിക്കാൻ കിട്ടിയൊരു അവസരമാണ്. അപ്പോൾ നമുക്ക് ഓക്കെ പതുക്കെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ വെറുതെ ഇടിച്ച് ക്രാഷ് ആവും. അപ്പോൾ നമുക്ക് നേരെ മാൻഷനിലോട്ട് പോകാം ഗൈസ്. ഒട്ടും വൈപ്പിക്കണ്ട. ട്രാഫിക് നല്ലോണം ഉണ്ട് കേട്ടോ ഗൈസ്. എന്താണാവോ എൻ്റെ മോൻ, ഈ ട്രക്ക് ഡ്രൈവേഴ്സൊക്കെ നമ്മൾ ഇടിക്കാൻ വേണ്ടി മാത്രം വന്ന് വേണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ മാൻഷൻ്റെ അവിടെ വെച്ച് കാണാം. ഓക്കെ ഗൈസ്, നമ്മളിതിവിടെ എത്തിയിട്ടുണ്ട്, നമ്മുടെ മാൻഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് നമ്മൾ വണ്ടി ഒന്ന് മാറ്റാൻ പോവുകയാണ്. ഇന്ന് കുറേ പരിപാടി ഉണ്ട്, നമുക്ക് സിമിയോണൊക്കെ ഒന്ന് കാണാൻ പോകണം. അപ്പോൾ നമ്മളിന്ന് എന്താ ചെയ്യാൻ പോകുകയെന്ന് വെച്ചാൽ നമുക്ക് ഈ വണ്ടി എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യട്ടെ ഫസ്റ്റ്. ഓക്കെ, നമുക്ക് ഈ വണ്ടി ഇവിടെ ഇട്ടേക്കാം. ഇവിടെയാണെങ്കിൽ പിന്നെ ആരും അത് നോക്കത്തില്ല, ഇങ്ങനൊരു വണ്ടി ഇവിടെ കിടക്കുന്നുണ്ടെന്ന് പോലും ആർക്കും അറിഞ്ഞൂടാ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മാൻഷൻ ഗൈസ്. മാൻഷനൊക്കെ അടിപൊളി സെറ്റ് മാൻഷനൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്നെന്താ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഈ ഓടി അറിയിട്ടുണ്ടല്ലോ, നമ്മൾ ജസ്റ്റ് ഇത് ഓഫ് റോഡ് ആക്കിയാൽ മതി. നമ്മളിത് കംപ്ലീറ്റ് ഓഫ് റോഡ് മെക്കാനിക്സ് ഒക്കെ മാറ്റാൻ പോവുകയാണ്, കംപ്ലീറ്റ് ഓൺ റോഡ് വെഹിക്കിൾ ആക്കാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ ബെന്നി ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നേരെ ഈ വണ്ടിയും കൂടെ എടുത്തിട്ട് നമുക്ക് നേരെ ബെന്നിയുടെ അടുത്തോട്ട് പോവാം. ബെന്നി അവിടെ എന്തോ സെറ്റാക്കി തരാമെന്നാണ് എന്നോട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ പിന്നെ ബെന്നി പറഞ്ഞാൽ പിന്നെ ചെയ്തു തരുന്നതാണ്. അത് നമുക്ക് ഈ വണ്ടി കൊണ്ട് നോർമൽ വണ്ടിയൊക്കെ കഴിച്ച് നമുക്കിതിപ്പോൾ ഒരു ഓഫ് റോഡ് വണ്ടിയാണ്. നമ്മുടെ ഈ ഓടി ആറായിട്ട് ഓഫ് റോഡ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഇതുപോലെ കൂടെ മാറ്റാം കഴിച്ച്. അപ്പോൾ നേരെ നമ്മുടെ ബെന്നിയുടെ വർക്ക്ഷോപ്പിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, നമ്മളിത് ഓൾമോസ്റ്റ് നമ്മുടെ ബെന്നിയുടെ ഷോറൂമിലോട്ട് എത്താറായിട്ടുള്ളത്. ബെന്നി ഇവിടെ ഉണ്ടാവുമെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് നേരെ അകത്തോട്ട് കയറി നോക്കാം ഗൈസ്, എന്താ ഇവിടെ പരിപാടിയെന്ന്. അതായത് അത് ബെന്നി സിമിയോൺ ഇവിടെ നിൽക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ എൻ്റെ മോനി ഗൈസ്, ആ വണ്ടി കണ്ടോ അവിടെ കിടക്കുന്നത്? അതൊരു ബുഗാട്ടിയാണെന്ന് എനിക്ക് ഉറപ്പാണ്, പക്ഷേ ഏത് മോഡൽ ബുഗാട്ടിയാണെന്ന് എനിക്ക് മനസ്സിലാവണല്ലോ. ഇതൊരു ബുഗാട്ടി ഷീറോൺ ആണെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. ഇതെന്തോ ഒരു ഭയങ്കര കോസ്റ്റ്ലി വണ്ടിയാണ്. ഇത് ബെന്നി എവിടെ നിന്നോ അടിച്ചു മാറ്റി കൊണ്ട് ഇട്ടേക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ എന്തായാലും കാര്യങ്ങളൊക്കെ ചോദിക്കാം, നമുക്ക് വണ്ടി മോഡിഫൈ ചെയ്യാനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ പറഞ്ഞ് നമുക്ക് സെറ്റാക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ബെന്നി പറഞ്ഞ് 2 ദിവസം കൂടെ നമ്മുടെ വണ്ടി സെറ്റാക്കി തരാമെന്നാണ് ബെന്നി പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് ഓഫ് റോഡിൻ്റെ ടയറൊക്കെ മാറ്റി കംപ്ലീറ്റ് ഓൺ റോഡ് ഓടി ആറായിട്ട് ആക്കി തരാമെന്നാണ് പറഞ്ഞത്. വണ്ടി അടിപൊളിയാക്കി തരാമെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. ബോഡി കിറ്റൊക്കെ ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും 2 ദിവസം വെയിറ്റ് ചെയ്യാം. അപ്പോൾ സിമിയോൺ വേറൊരു ടാസ്ക് നമുക്ക് തന്നു, നമുക്ക് എന്തായാലും വേറൊരു സ്ഥലം വരെയും പോകണം. സിമിയോൺ പറഞ്ഞു അവിടെ എന്തോ ഒരു പുതിയ ഇന്ത്യൻ കാർ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, നമുക്ക് അടിച്ച് മാറാമെന്ന് പറഞ്ഞു. അവിടെ എന്തോ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്, അതാണ് പുള്ളി മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നേരെ ഈ ബൈക്ക് എടുത്തോളാനാണ് പറഞ്ഞത്. നമുക്ക് വേറെ വണ്ടിയൊന്നും ഇല്ലല്ലോ ഇപ്പോൾ കയ്യിൽ. അപ്പോൾ ഹെൽമെറ്റ് എന്തായാലും വെച്ചേക്കാം, എന്തായാലും ഹെൽമെറ്റ് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സ്റ്റുഡിയോയിലോട്ട് പോകാം ഗൈസ്. അവിടെ എന്തോ സ്ക്വിഡ് ഗെയിമിൻ്റെയോ മണി ഹൈസ്റ്റിൻ്റെ എന്തോ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഏതാ വണ്ടിയെന്ന് എനിക്ക് മനസ്സിലായില്ല, അവിടെ ചെല്ലുമ്പോൾ അറിയാം ഏതാ വണ്ടിയെന്ന്. ഇപ്പോൾ സിമിയോൻ പറഞ്ഞ സ്ഥിതിക്ക് വണ്ടി അങ്ങനെ മോശമാവാൻ ചാൻസ് ഇല്ല, ബിക്കോസ് സിമിയോൻ നല്ല വണ്ടികൾ മാത്രമേ നമ്മളെ കൊണ്ട് എടുപ്പിക്കാറുള്ളൂ. അപ്പോൾ ഇതൊരു നല്ല വണ്ടി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഗൈസ്. ഇതിപ്പോൾ സ്റ്റുഡിയോ എവിടെയെന്ന് വെച്ചാൽ ആക്കൂടി ഒരു സ്റ്റുഡിയോ ഉള്ളൂ ഗെയിമിൽ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. മെയിൻ സ്റ്റുഡിയോയിൽ തന്നെയാണെന്നാണ് നമ്മുടെ സിമിയോൻ പറഞ്ഞത്. ഇപ്പോൾ ഈ നേരെ പോയി കഴിഞ്ഞാൽ റൈറ്റിലാണ് സ്റ്റുഡിയോ. ഏത് വണ്ടിയായിരിക്കും എന്ന് അറിഞ്ഞുകൂടെ, ഏതോ കിയയുടെ ഏതോ വണ്ടിയാണെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ ചെന്നിട്ട് നേരിട്ട് എന്തായാലും നോക്കാം ഗൈസ്. അപ്പോൾ ഇതാണ് സ്റ്റുഡിയോ, നമുക്ക് എന്തായാലും ഒട്ടും വൈകാണ്ട് കയറാം സ്റ്റുഡിയോയിലോട്ട്. ഓക്കെ ഗൈസ്, നമ്മൾ സിമിയോൻ പറഞ്ഞ പോലെ നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ഇവിടെയാണ് ഷൂട്ടിംഗ് നടക്കുന്നത് പറഞ്ഞത്, പക്ഷേ ഇവിടെ ഷൂട്ടിംഗ് ആയിട്ടൊന്നും കാണുന്നില്ല. നമുക്ക് ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം, എവിടെയെങ്കിലും ബാക്കിലൊക്കെ നിൽക്കുമായിരിക്കും നമ്മുടെ ക്രൂ. ഇവിടെ ഒന്നും കാണുന്നു. സ്റ്റുഡിയോ 3 സ്റ്റുഡിയോ. ഓക്കെ ഗൈസ്, ഇവിടെയാണ് സ്റ്റുഡിയോ, പക്ഷേ ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ല കേട്ടോ. ഇവയാൾ എവിടെയാണ് പറഞ്ഞതെന്ന് മനസ്സിലാവണല്ലോ. ഓക്കെ ഗൈസ്, ഇതേ നിൽക്കുന്നു, ഇത് തന്നെയാണ് സംഭവം. ഇത് സ്ക്വിഡ് ഗെയിം പാർട്ട് 2 ഷൂട്ടിംഗ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. എൻ്റെ ദൈവം, ഈ വണ്ടി തന്നെയാണ് നമുക്ക് എടുക്കേണ്ടത് ഗൈസ്. ഇതൊരു കിയ കാർണിവലാണ്, ഇതൊരു ഇന്ത്യൻ കാറാണ്.
സംഭവം ഇന്ത്യൻ കാറല്ല, പക്ഷേ ഇന്ത്യയിലുള്ള വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ആ വണ്ടിയാണ് എടുക്കേണ്ടത്. പക്ഷേ നമുക്ക് ഒന്ന് ബാക്കിൽ കൂടെ കയറണം. നമ്മൾ ഏത് വഴി ഇപ്പോൾ കയറിപ്പോയത്? നമുക്ക് ഈ വഴി തന്നെയാണ് നമ്മൾ കയറിപ്പോയെന്ന് തോന്നുന്നു. നമുക്ക് അവിടെ എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്ത് വെക്കുക നൈസായിട്ട്. ഓക്കെ ഇവിടെ 2 ആൾക്കാർ നിൽക്കുന്നുണ്ടല്ലോ. ഒരു സെക്കൻഡ് ഗൈസ്, അവരെന്തായാലും നമുക്ക് തീർക്കേണ്ടി വരും, അല്ലെങ്കിൽ പണി പാളും. പക്ഷേ ഇവന്മാരിൽ ഗണ്ണ് അവിടെ നിൽക്കുന്നും ഉണ്ടായിരുന്നു. അതൊക്കെ പൊട്ടണ ഗണ്ണാണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ നമുക്ക് എന്തായാലും ഈ ചെറിയ ഗണ്ണും വെച്ച് സാധനം തീർക്കാം, ആൾക്കാരെ അങ്ങോട്ട് തീർക്കാം. ഇവിടെ ആൾ നിൽക്കുന്നുണ്ട്. ആൾ കണ്ടോ സിമിയോ എന്താ വലിയ കണ്ണൊക്കെ എടുത്ത് സെറ്റായി വന്ന് നിൽക്കണ്ട്. ഇയാൾ പ്രശ്നം ഉണ്ടാക്കും മിക്കവാറും. ഓക്കെ ഗൈസ്, നമ്മളിതേ നൈസായിട്ട് ഞാൻ അങ്ങോട്ട് കയറാൻ പോവാണ്. എൻ്റെ അഭിമാനം തോക്കുണ്ടായിരുന്നു ഗൈസ്. എനിക്ക് തോന്നിയതാണ് തോക്കുണ്ടാവുമെന്ന്. ഓക്കെ ഗൈസ്, ഇവന്മാർ തീർത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, എല്ലാത്തിനും തീർത്തിട്ടുണ്ട്. നമുക്ക് മോൺസ്റ്റർ വാണ്ടഡ് ലെവൽ വന്നിട്ട് സിമിയോ എൻ്റെ അമ്മോനെ പണിപാളി. ഇവന്മാരൊക്കെ എക്സ്ട്രാ ആർമറൊക്കെ വെച്ചിട്ടാണ് വന്നത് ഗൈസ്. എൻ്റെ അമ്മോനെ സിമിയോനെ കവർ എടുത്ത് അടിച്ചു, അല്ലെങ്കിൽ പണി പാളും. ഓക്കെ ഗൈസ്, അവനും തീർത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഫുൾ ആൾക്കാരുണ്ട് ഗൈസ്. നമുക്ക് ഗണ്ണൊക്കെ മാറ്റി അങ്ങോട്ട് അടിക്കാം, അല്ലെങ്കിൽ പ്രശ്നമാണ്. സിമിയോൺ അല്ലെങ്കിൽ ഇപ്പോൾ അവരങ്ങോട്ട് കൊല്ലും. ഓക്കെ, അവർ ചാവുന്നുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. പോലീസും വരും, അതാണ് വേറെ. ഇവിടെ ആൾക്കാരുണ്ട്. ഓക്കെ, ഇത് എൻ്റെ ദൈവമേ, കുറേ പേരാണ് വരുന്നത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട്. ഓക്കെ, ഇവരൊക്കെ ആമർ വെച്ചുകൊണ്ട് കുറേ ഷൂട്ട് ചെയ്താലും ഇവർ മരിക്കുന്നുള്ളൂ. ഓൾമോസ്റ്റ് നമ്മളെല്ലാവരും ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഒരു വണ്ടി എടുത്താൽ മതി. നമുക്ക് ഒരു വണ്ടി എടുത്തിട്ട് നൈസായിട്ട് അങ്ങോട്ട് പോവാം. ഇതാരത്? ഇത് ഇവിടുത്തെ സെക്യൂരിറ്റിയാണ്. ഓക്കെ എൻ്റെ അമ്മ, പോലീസ് ഇപ്പോൾ എത്തും. അതിന് നമുക്ക് വണ്ടി എടുത്തിട്ട് പോകണം. ഇതൊക്കെ ഏതെങ്കിലും ഫ്രണ്ടിലെ വണ്ടി എന്തെങ്കിലും എടുക്കാം. ഓക്കെ, ബാക്കിലെങ്കിൽ ബാക്കിൽ. സിമിയോൺ, എൻ്റെ പൊല്ലെ സിമിയോണ് നോക്കി കിടക്കും. ഓക്കെ, നമുക്ക് ഈ വണ്ടി തന്നെ എടുക്കാം. ഫസ്റ്റ് വണ്ടി തന്നെ എടുക്കാം. സിമിയോനാണെങ്കിൽ സിമിയോൻ ബാക്കിൽ ഇരിക്കത്തുള്ളൂ. എൻ്റെ അമ്മ, സെറ്റ് വണ്ടി. ഓക്കെ, ഇതായിരുന്നു അവരുടെ സെക്കൻഡ് വണ്ടി ഉപയോഗിക്കുക വെച്ചത്. ഓക്കെ, നമ്മളത് എടുത്തിട്ട് നൈസായിട്ട്. എൻ്റെ അമ്മ, ഭയങ്കര സ്പീഡാണുള്ള വണ്ടിക്ക്. അത് നമുക്ക് നൈസായിട്ട് എവിടെയെങ്കിലും കൊണ്ട് ഹൈഡ് ചെയ്യണം ഈ വണ്ടി, അല്ലെങ്കിൽ പാടാണ് എസ്കേപ്പ് ചെയ്യാൻ. ഓക്കെ, ഒരു വഴിയുണ്ട് എസ്കേപ്പ് ചെയ്യാൻ. ഇപ്പോൾ 1 സ്റ്റാർ വാണ്ടഡ് ലെവൽ ഉള്ളത് കൊണ്ട് മാത്രം നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ ചെറിയൊരു ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ 1 സ്റ്റാർ അത്ര സീനില്ല. അപ്പോൾ വണ്ടി എന്തായാലും കൊള്ളാം കേട്ടോ. ഇത് എന്തായാലും സിമിയോൺ എന്തോ ആവശ്യത്തിന് വേണ്ടിയാണ് പുള്ളി നമ്മളെ കൊണ്ട് എടുപ്പിച്ചത്. നമുക്ക് നേരെ ബെന്നിയുടെ അടുത്ത് തന്നെ പോകേണ്ടി വരും വൺസ് നമ്മളിത് എസ്കേപ്പ് ആയി കഴിഞ്ഞാൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ പണിപാളി. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്തായാലും സക്സസ്ഫുള്ളി എസ്കേപ്പ് ചെയ്തിട്ടുണ്ട്. പോലീസൊന്നും അത്ര വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് 1 സ്റ്റാർ വാട്ടർ ലെവൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റി. വണ്ടി എന്തായാലും കൊള്ളാം കേട്ടോ. വണ്ടി എവിടെയെങ്കിലും കൊണ്ട് നൈസായിട്ട് നോക്കാം. അടിപൊളി വണ്ടി. എന്തായാലും സിമിയോൻ്റെ ബൈക്ക് അവിടെ ഇരിക്കേണ്ടത്, അത് പുള്ളി പിന്നെ എടുത്തോളും എന്നാണ് പറഞ്ഞത്. അത് നമുക്ക് വിഷയമില്ല. ഇവിടെ നല്ല സ്പീഡും ഉണ്ട് കേട്ടോ അത്യാവശ്യം. റെഡ് കളറാണ് അടിച്ചിട്ടേക്കുമായിരുന്നു വണ്ടി എന്തായാലും. ഓക്കെ, ഇവിടെ എവിടെയാണ് നമ്മുടെ സിമിയോൻ്റെ കട? അങ്ങോട്ട് പോവാം നമുക്ക്. പക്ഷേ അതിന് നമുക്ക് വണ്ടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് തുറന്നൊക്കെ നോക്കാം എങ്ങനെയുണ്ട് വണ്ടി എന്നൊക്കെ കാര്യങ്ങളൊക്കെ. ഓക്കെ ഗൈസ്, ഇവിടെയാണ് നമ്മുടെ പാർക്കിംഗ്. ഇതിൻ്റെ മുകളിൽ പാർക്ക് ചെയ്യാം. ഇവിടെ പാർക്ക് ചെയ്താൽ പോലീസൊന്നും കാണാൻ വഴിയില്ല, അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ പാർക്ക് ചെയ്യാം ഗൈസ്. ഓക്കെ, വണ്ടി സെറ്റപ്പാണ് കേട്ടോ. പക്ഷേ ഫുള്ള് ഡോറും തുറക്കാം, എല്ലാം വർക്കിംഗ് ആണ് വണ്ടിയുടെ. സെറ്റപ്പ്. ഈ ഒരു വണ്ടിക്ക് വേണ്ടിയാണ് സിമിയോൺ നമ്മളിട്ട് ഓടിപ്പിച്ചത് ഇത്ര നേരം. അപ്പോൾ എന്തായാലും സിമിയോൺ ഹാപ്പിയാണ്. നമുക്കും ഈ വണ്ടി ഇഷ്ടപ്പെടും. നമുക്കും എല്ലാ ആവശ്യത്തിനൊക്കെ ഈ വണ്ടി എടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ഗൈസ്.